ചതിച്ചത് അവനാണ്, അവൻ ഒറ്റൊരുത്തൻ. നീ എന്തിനാ അവിടുത്തെ DH കുറ്റം പറയണേ? ക്ലീനിങ്ങിന് കേട്ടപ്പോഴേ ഞങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് സ്കൂട്ടായി. നിനക്കായിരുന്നല്ലോ ക്ലീൻ ചെയ്യാൻ ആവേശം. പോയി ക്ലീൻ ചെയ്യ്. ഞാൻ DIG അല്ല കുറ്റം പറഞ്ഞു, ആ തെണ്ടി ഏജൻസിക്കാരനാണ്. അയാൾ 12 മണിക്കൊരു മീറ്റിംഗ് കിടന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ചാടിക്കറി ക്ലീനിങ്ങിന് കയറിയത്. അതിപ്പോഴല്ലേ മാറിപ്പോയെന്ന് അറിയുന്നത്. എന്നിട്ട് എന്താ പറ്റിയ ബാക്കി വർക്ക് കേട്ടെ. എന്നിട്ട് അവർ ആ വർക്ക് വേറെ ടീമിന് മറിച്ചു കൊടുത്തോ? എന്താടാ ക്ലീനിങ് തീർന്നിട്ടില്ല? അയ്യോ തീർന്നില്ല. എടാ എടാ എനിക്ക് സാമുമായിട്ട് അത്യാവശ്യമായിട്ടൊരു വർക്കിന്റെ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എടാ ഒരു പണി, നീ തുടങ്ങിക്കോ. നമ്മളത് ഇപ്പൊ തന്നെ എത്തിയേക്കാം. ഒരു 2 മണിക്കൂർ. 2 മണിക്കൂറാ? 2 മണിക്കൂർ? സമയം 2 മണിക്കൂർ? അത് എനിക്കൊരു കാര്യം ചുരുക്കി പറയാൻ അറിയില്ല. ഡീറ്റെയിൽ ആയിട്ട് സമയം എടുത്തേ പറയാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ച് പോയി ക്ലീൻ ചെയ്യാൻ. എടാ അതല്ല, എടാ നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ശ്രദ്ധ ഓട്ടോമാറ്റിക്കലി നിന്നിലേക്ക് വരും. അപ്പൊ അയ്യോ ശ്രദ്ധ പോയ പിന്നെ ഞാൻ ഒന്നും പറയില്ല. എന്തെങ്കിലും ചെയ്യും 2 മണ്ടന്മാരും കൂടെ. വണ്ടി നീ വന്നോ? ലേറ്റായോ? ഹായ് മീനു. ഓ മൈ ലക്കി, നീ വന്നല്ലോ. എന്താ ലക്കി ബാക്ക് ആയിട്ട്? എങ്ങോട്ടാ യാത്ര? അവൾ ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാ. ഈ വീടിന്റെ ഇങ്ങോട്ടോ? എന്തേ ബുദ്ധിമുട്ടായ? സന്തോഷല്ലോ. എന്നിട്ട് മൊത്തം ഭാവതല്ലോ. എന്റെ ലക്കി, ഈ 2 കൂടെ കുറെ നേരായിട്ട് ഫുൾ ഉടായിപ്പോയിട്ടിരിക്കുക. ഇല്ലാത്ത വർക്കും അതിന്റെ ഒരിക്കലും തീരാത്ത ഡിസ്കഷനും. പിന്നെ എന്റെ അടുത്തെടുക്കുന്ന നമ്പറൊന്നും എവളുടെ അടുത്തെടുക്കാൻ പറ്റൂല. എവളെ അറിയാലോ അല്ലേ? പിന്നെ അറിയില്ലേ, സമയത്ത് ലക്കി മീനാക്ഷിയുടെ ബോഡി ഗാർഡ് അറിയാം. ഇത് കോലാടിയത് അല്ല, ക്ലീനിങ് അല്ലായിരുന്നോ? അതാ നീ ഒറ്റയ്ക്കാ? അല്ല, അവി ഹെൽപ്പ് ചെയ്തു. അപ്പൊ സാമോ? സാമിന് ഡസ്റ്റ് അലർജി. അലർജിയോ? അലർജി ഉള്ള ആൾക്കാരെ കണ്ട എനിക്ക് മനസ്സിലാവും. ഇതൊക്കെ ചുമ്മാ പറയല്ലേ. ഞാനതൊരു ചുമ്മാ പറയണം? സിമ്പിൾ ക്ലീൻ ചെയ്യാണ്ടിരിക്കാൻ. അതെനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല നേരിട്ടൊക്കെ പറഞ്ഞാ പോലെ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അതല്ല ഇങ്ങനെ പറഞ്ഞേ. ദേ അബി, ഒരു കാര്യം പറയാം. മീനാക്ഷി നിന്റെ ഗേൾഫ്രണ്ട് ഒക്കെ തന്നെയാ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ അവൾ ഇവിടെ വീട്ടു ജോലിക്ക് വേണ്ടി വന്നതല്ല, മനസ്സിലായ? താൻ അത്ര ഊളല്ലാന്ന് എനിക്കറിയാം, പക്ഷെ ഒന്ന് ഓർമ്മിപ്പിച്ചത്. അവൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കണതേ നിങ്ങളുടെ മടിയോണ്ടാന്ന് എനിക്ക് മനസ്സിലായി. അത് 3 ചേട്ടന്മാരുടെയും 2 അന്യന്മാരുടെയും കൂടെ പയറ്റ് വളർന്ന എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ? പിന്നെ ഇത്രയും വലിയ വീടൊക്കെ ഒറ്റയ്ക്ക് പണിയെടുത്ത് തീർക്കാന്ന് പറഞ്ഞാലേ അത് നടപടിയാവണ കേസൊന്നല്ല. ഇവളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി നോക്കാം. വാ നടക്ക്. എനിക്ക് ആ ബാഗ് എടുത്തോട്ടാ. ബാഗ് 3 ഉണ്ട്, എടുത്തോ. പ്ലീസ് നടന്നോ, കുഴപ്പമില്ല. ബാഗ് വേഗാവട്ടെ. ഹരി അലർജിക്കാരന് വെള്ളം കൊണ്ട് പണി തരാ. നീ എപ്പോഴാന്ന് പോയാടാ? എടാ ഞാനവിടെ കഥ പറഞ്ഞതിന് സമയം പോയാ പറഞ്ഞില്ലടാ. അല്ല നീ വിളിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ ആ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എടാ സ്വിച്ച് ഓഫ് ആയി കിടക്കുന്ന ഫോണിലേക്ക് വിളിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഓ മൈ ഗോഡ്, ഇത് സ്വിച്ച് ഓഫ് ആയിരുന്നു. കം ഓൺ, ഇതൊക്കെ ആരറിയുന്നു? ഞാനും പ്രൊഡ്യൂസറും തമ്മിൽ അവിടെ കഥ പറഞ്ഞ കാട് കയറി പോയില്ലേ? ആണോ? മിസ്റ്റർ DIG, എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ വീട്?
വീട് കൊള്ളാട്ടോ. പക്ഷെ പറയുമ്പോ എല്ലാം പറഞ്ഞല്ലോ, ആ ഒരു പക്കാ ബാച്ചലർ ഹൗസിന്റെ മനോഹാരിത കുറച്ച് പോയി. താനൊഴികെ മറ്റെല്ലാവരും ഈ വീട് ക്ലീൻ ചെയ്യാൻ സഹായിച്ചു. ആ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. പക്ഷെ ഇനി പറഞ്ഞിട്ടെന്താ, എല്ലാം കഴിഞ്ഞു പോയില്ലേ? ഇല്ല മോനെ, 2 ബാത്റൂം കൂടി ബാക്കിയുണ്ട്, കഴുകിക്കോ. 2 പാത്രമൊക്കെ ഞാൻ ഈസി ആയിട്ട് കഴുകും. പാത്രല്ല, ബാത്റൂം. ലക്ക എന്താ ഇവിടെ ക്ലീൻ ചെയ്യാൻ വന്നതാ? അല്ല, മടിയുള്ള ചില സാറന്മാരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാനായിട്ട് വന്നതാ. അതാണ് നന്നായി. ചെല്ലുവല്ലേ? അതെ, എവിടെയാണ് ഈ വീട്ടിലെ ബാത്റൂം? എന്ന് രാവിലെ ഓടുന്നിടത്ത് തന്നെ ഇപ്പോഴും ഉണ്ട്. ചെല്ല് ചെല്ല്. ആയുധം കൊണ്ടേക്കോളൂ. താങ്ക്സ്. മറ്റേ സാം അവൻ അപ്പുറത്ത് കുളിക്കുന്നുണ്ട്. അത് നീ അവൻ കുളിച്ചുകൊണ്ട് കഴിയാൻ മതി. ചെല്ല്. ലോകത്ത് ഒരു DIGക്കും ഈ ഗതി വരുത്തരുത് ഈശ്വരാ. വിശക്കണ്ട? പ്രീതി ചേച്ചിയാണല്ലോ. അതെ, നമുക്ക് ഈ കർട്ടൻ ഒന്ന് അഴിച്ച് കഴുകണം കേട്ടോ. പ്രീതി ചേച്ചി, ഇത് അവിടെ കുറച്ച് മാറാല കിടക്കണ കണ്ട, പക്ഷെ കാണൂല. ഞാൻ വരാം. എന്താ വി? എനിക്കൊന്ന് പ്രീതി ചേച്ചിയെ പോയി കാണണം. പുള്ളിക്കാരൻ നല്ല ദേഷ്യത്തിലാണ്. എടേ, തുണിയൊക്കെ എന്താ ചെയ്യേണ്ടത്? കൊണ്ടേ പാക്ക് ചെയ്ത് വെച്ചോ. ചേച്ചിയാണ് വിളിച്ചത്. മിക്കവാറും താമസം മാറാൻ സമയമുണ്ട്. അയ്യോ, അപ്പൊ ഇനി ബാത്റൂം കഴിക്കട്ടെ? പോടാ. ചേച്ചി, ആ എന്തൊക്കെയാടാ അവിനാശം ഞാൻ അറിയാതെ ഇവിടെ നടക്കണേ? ചേച്ചി ഞാൻ ആക്ച്വലി ചേച്ചിയെ വിളിക്കാതിരിക്കുമായിരുന്നു. ഇതൊക്കെ ഒരു എക്സ്ക്യൂസ് ആണോടാ? അല്ല, എക്സ്ക്യൂസ് ഒന്നല്ല. ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞിട്ടാണോ ഞാൻ അറിയേണ്ടത്? ഞാനങ്ങനെ വെറുതെ ഒരു നാട്ടുകാരനൊന്നും അല്ല കേട്ടോ. ആരാ ചേച്ചി പറഞ്ഞേ? ആര് പറഞ്ഞു എന്നുള്ളത് അവിടെ നിക്കട്ടെ. നീ ആരോട് ചോദിച്ചിട്ട് ആ പെൺകുട്ടീനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചേണേ? നിന്നീന്ന് എന്റെ അവിനാശെ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്തായാലും വളരെ മോശമായി പോയി. ഇതങ്ങോട്ടേ, ഇതങ്ങോട്ട് കൊടു. ചേച്ചി, ചേച്ചി ഐ എം റിയലി സോറി. ഞാൻ ഒരു കള്ളത്തരം കാണിക്കണമെന്ന് വിചാരിച്ചല്ല. എൻ്റെ അപ്പോഴത്തെ അവസ്ഥ ഇതായിപ്പോയി. അതുകൊണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും വിഷമമുണ്ടായിരുന്നെങ്കിൽ ഐ എം റിയലി സോറി. അയ്യോടാ, ചേച്ചി നിന്നെ ഒന്ന് വിരട്ടി നോക്കിയതല്ലേ, അപ്പോഴേക്ക് നീ കയറി അങ്ങ് ഇമോഷണൽ ആയ. നീ ഇത്രയുള്ള? അല്ല, ഐ എം ആക്ച്വലി സോറി. ഞാൻ ചോദിക്കാതെ ചെയ്ത് തെറ്റായിപ്പോയി. എൻ്റെ അപ്പോഴത്തെ അവസ്ഥ ഇതായിരുന്നു. നീ ഇങ്ങോട്ട് നോക്കിയേ. എനിക്ക് നിന്നെ അറിയാം, അവന്മാരെ അറിയാം. ചേച്ചി ഒരു തമാശ ഒപ്പിച്ചതല്ലേ? ആ അതൊക്കെ അവിടെ നിക്കട്ടെ. ഏതാ പെൺകുട്ടി? മീനാക്ഷി. ഏത്? ആ നിക്കണ സുന്ദരി കുട്ടിയാ? വിളിക്കടാ, ഞാനൊന്ന് അടുത്ത് കണ്ട. വിളിക്കേ. എനിക്ക് അവിയെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയാനായിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല. പിന്നെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാ എന്നോട് പറഞ്ഞാ മതി. ഓക്കേ ചേച്ചി.